നമസ്കാരം, ഞാൻ മൃണാൽ. ജാർഖണ്ഡ് മൈനുകളുടെയും ഇതുപോലത്തെ കമ്പനികളുടെയും നാടാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്കൂള് ഇവിടെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. നേതാർഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കൂള്. റാഞ്ചിയിൽ നിന്ന് 200 കിലോമീറ്ററിൽ താഴെയുള്ളൂ ദൂരം. പക്ഷെ കാടായതുകൊണ്ട് തന്നെ 3.5-4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണം അവിടെ എത്താൻ. ഇങ്ങനെയൊരു സറൗണ്ടിങ്സിൽ ഈ സ്കൂൾ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷേ നേതാർഹട്ട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ബ്യൂട്ടി വെറുതെ ഒന്ന് കാണണമല്ലോ. നമ്മൾ അവിടെ വരെ ചെന്നതല്ലേ. അവിടെ സൺസെറ്റ്, സൺറൈസ്, സൂര്യോദയം, സൂര്യാസ്തമയം, ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ കാഴ്ച എന്നാണ് ജാർഖണ്ഡ് ടൂറിസം മുതൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ ആദ്യം സൂര്യോദയം. എനിക്ക് കണ്ടപ്പോൾ സാധാരണ ഒരു സൂര്യോദയം പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. രാവിലെ പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ വായു ശ്വസിക്കാൻ ഗംഭീരമായിരുന്നു. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഈ അതിരാവിലത്തെ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അത് വേറൊരവസ്ഥയാണ്, വേറൊരു ഫീലാണ്. നമ്മളിപ്പോൾ പോകുന്നത് കോയൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതുപോലെ ധാരാളം ബോർഡുകൾ ജാർഖണ്ഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരവരുടെ പണി തീർന്നു എന്നുള്ള നിലയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഏർപ്പാടുകൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പക്ഷേ ജാർഖണ്ഡ് ആയി വരുന്നേ ഉള്ളൂ. ഒരു കേരളത്തിൽ നിന്നുള്ള സഞ്ചാരിക്ക് ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ആ ഒരു കാറ്റും ആ ഒരു ശ്വാസത്തിൻ്റെ വായുവിൻ്റെ ക്രിസ്പിനെസ്സും വല്ലാത്തൊരു ഉന്മേഷം തരും. ദേവദൂതൻ സിനിമയിലത്തെ പോലത്തെ പൈൻ കാടുകളാണ് ഇത്. ഊട്ടിയിലും ഒക്കെ പോയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ മറ്റേ സാധനമുണ്ട്, കുർക്കുറയും ലേസും വെക്കുന്ന പീഡിയകൾ. കുറേ പേര് ഇതിനു മുമ്പും ഇനിയിപ്പോൾ വരുന്നവർ ശേഷവും ഒക്കെ വാങ്ങിയിട്ട് ആ പാക്കറ്റുകൾ ഇവിടെ കളയുമല്ലോ. ഇത് മാറ്റലാണ്, ഈ പാക്കറ്റുകൾ മാറ്റലാണ് ഇപ്പോൾ പല സ്ഥലത്തും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പണി. അതുപോലെ ഇതാണ് സഞ്ചാരികൾ ധാരാളമായി വരുന്ന സ്ഥലങ്ങളിലൊന്ന്. മുമ്പ് ഈ ഭാഗത്തേക്കൊന്നും ആരും വരാറുണ്ടായിരുന്നില്ല. ഒരു സ്കൂള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല. സ്കൂള് ഫേമസ് ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മെല്ലെ മെല്ലെയാണെങ്കിലും വന്നു തുടങ്ങി. ഇവർ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. തെറ്റ് പറയാൻ പറ്റൂല. പല വിധത്തിലുള്ള കാറുകൾ വെള്ള കളറിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ആർക്കായാലും ഫോട്ടോ എടുക്കാൻ തോന്നും. അവസാനം അത് കഴിഞ്ഞ് കിട്ടിയപ്പോൾ എൻ്റെ കാർ എനിക്ക് തിരിച്ചു കിട്ടി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നേതാർഹട്ടിലെ ലേക്കാണ്. നമ്മൾ ഊട്ടിയിലെ ലേക്ക്, കൊടൈക്കനാലിലെ ലേക്ക് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജാർഖണ്ഡിന്റെ ഒരു ഇന്നസെൻസ് എന്താണ്, ജാർഖണ്ഡിന്റെ ഒരു എസെൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ വന്നാൽ ശരിക്കും മനസ്സിലാവും. ഊട്ടിയിലെയോ കൊടൈക്കനാലിലെയോ അതേ അവസ്ഥ, അതേ കാലാവസ്ഥ എല്ലാം ഇവിടെയുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് അറിയില്ല ഈ ലേക്ക് ടൂറിസം പേർപ്പസിന് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ശരിയാണ്, ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. എന്നാലും ഇത്രയധികം കാലമായിട്ടും ആ ലേക്കിന്റെ അപ്പുറത്ത് ഇപ്പോഴും കൃഷിയാണ്, കന്നുകാലികൾ വേങ്ങിയാണ്. ഊട്ടിയിലെയും കൊടൈക്കനാലിന്റെയും ലേക്കിന്റെ ഈ പരിസരങ്ങളിൽ എന്താ ഉണ്ടാവുക? കച്ചവടശാലകളായിരിക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിൽക്കുകയായിരിക്കും. അല്ലാതെ നെൽപ്പാടങ്ങളോ അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളോ ആവാനുള്ള സാധ്യത വളരെ കുറവല്ലേ. ഇതാണ് ജാർഖണ്ഡ്. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും പ്രശസ്തമായ സ്കൂള് ഈ നാട്ടിലുണ്ടായത് ഒരു അത്ഭുതമാണല്ലേ.
ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴും ഇവർക്ക് കാര്യമായിട്ട് ആരുമില്ല. പക്ഷെ 70ഓളം കൊല്ലം മുമ്പ് സ്കൂളുണ്ടായ അതിലേക്ക് നമുക്ക് വരാം. അതവിടെ നിൽക്കട്ടെ. ആടിനെ ഇവർ ധാരാളമായിട്ട് വളർത്തുന്നുണ്ടല്ലേ. പശുവിനെ വളർത്തുന്നത് കൊണ്ടാണ് പശുവിനോട് സെന്റിമെന്റ്സ്, അതുകൊണ്ടാണ് ബീഫ് കഴിക്കാൻ പാടില്ലാത്തത് എന്ന് പറയുന്നു. ആടിനെ ഇവർ കഴിക്കുന്നതോ അതൊരു പ്രശ്നമാണ്. എനിവേ, ഇതാണ് നേതാർഹട്ടിലെ മാർക്കറ്റ് എന്ന് പറയാൻ വലിയ സംഭവമൊന്നുമില്ല. കുറച്ച് കടമുറികൾ, അതിൽ കുറച്ചെണ്ണേ തുറന്നിട്ടുണ്ടാവുള്ളൂ. ചെറിയ സെറ്റപ്പ്, ചെറിയ ജീവിതം. നമ്മളിപ്പോൾ പോകുന്നത് അടുത്ത പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, അവിടെയൊക്കെ ബോർഡും വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകാൻ കാരണം ഈ കാടും ഈ കാട്ടിൻ്റെ നടുവിൽ റോഡുമാണ്. ഇങ്ങനെയൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. പതുക്കെ പോകാൻ പാടുള്ളൂ. പിന്നെ മൃഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. നമ്മളായിട്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. സ്ഥലത്തെത്തിക്കഴിഞ്ഞ് ആ കുട്ടി ആ കുഴൽക്കിണറിന്ന് വെള്ളം എടുത്തിട്ട് പശുവിനെ കുളിപ്പിച്ച് കളിക്കുകയാണ്. അവള് കളിക്കട്ടെ. സർക്കാർ പറഞ്ഞ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് നമുക്ക് പോവാം. ഇല്ലെങ്കിൽ അത് രാജ്യവിരുദ്ധമായാലോ. ബോർഡ് വെച്ചിട്ടുണ്ടത് മാത്രമല്ല, ഇവിടെ നിന്നാലാണ് ഏറ്റവും മനോഹരമായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുക എന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ വേലി കെട്ടി, മതില് കെട്ടി, കുളമാക്കി വെച്ചിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലത്തിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളിലൊന്നാണ് ഇത്. പക്ഷെ ഇവിടെ ഇപ്പം നടക്കുന്നത് ഒരു കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ്. നമ്മൾ അവരെ ഉപദ്രവിക്കേണ്ട, തിരിച്ചു പോവാം. ഈ മതില് വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുടെ വീടിൻ്റെ മതിലായിരിക്കും അല്ലേ. കാരണം ഇത്രയും മരത്തിനൊക്കെ എന്താ വില. ഇത്രയും മരം ചിലവാക്കി മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അയാളൊരു പുലിയായിരിക്കുമല്ലോ കാശിൻ്റെ കാര്യത്തിൽ. നേരെ തിരിച്ചാ. ഇഷ്ടിക മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് മരം കൊണ്ട് മതിൽ പണിയുന്നത്. കാരണം മരം കിട്ടാൻ കുറച്ച് നടന്നാൽ മതി. ഇതേ കാടാണ്. ഈ കാട്ടിൽ നിന്ന് മരം വെട്ടുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ പഴയ വീടുകളെക്കാളും, വൈക്കോൽ തൂറുമൊക്കെയുള്ള പഴയ വീടുകളെക്കാളും ആളുകൾ ഇഷ്ടിക കൊണ്ട് കെട്ടിയ കോൺക്രീറ്റ് വീടുകൾ പ്രിഫർ ചെയ്ത് തുടങ്ങി. ഈ ഇഷ്ടിക വ്യവസായം ഇവിടുത്തെ വലിയൊരു വ്യവസായമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മഴയത്തൊക്കെ ഈ ഓട് ഭയങ്കര പാടല്ലേ. നല്ലതായി മഴ പെയ്യുന്ന സ്ഥലമാണ്. ധാരാളം കോൺക്രീറ്റ് വീടുകൾ വന്നു തുടങ്ങി. പക്ഷേ ഈ ഓട് ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ മുകളിലാണ് നിരത്തിയിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെയാണോ അതോ നമ്മുടെ നാട്ടിലെ പോലെ മരം പോലെ അല്ലേ? എനിവേ, സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം കഴിഞ്ഞ കാടായി, കാട് കഴിഞ്ഞ സ്കൂളായി. ഇത് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ്. ഈ സ്കൂള് 1954 ഉണ്ടാക്കപ്പെടുന്നത്. ബീഹാർ സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആലോചിക്കുന്നത് ഈ സംസ്ഥാനത്തിന് ഒരു ഗംഭീര സ്കൂള് വേണ്ടേ, ഈ രാജ്യത്തിന് മാതൃകയായിട്ടൊരു സ്കൂള് വേണ്ടേ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി, അങ്ങനെ എല്ലാവരും കൂടെ കുറേ തെരച്ചിലിന് ശേഷം ഈ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. എന്നോട് ഈ സ്കൂളിനെ പറ്റി പറയുന്നത് അഞ്ജനി അഞ്ചാൻ എന്ന് പറയുന്ന IPS ഓഫീസറാണ്. അദ്ദേഹം റാഞ്ചിയിൽ SP ആണ്. അദ്ദേഹം ഇവിടെ പഠിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പ്രകാരം ഇവിടെ ടീച്ചേഴ്സ് എന്നുള്ള സംഭവം ഇല്ല, ശ്രീമാൻജി എന്നാണ് വിളിക്കുക. 21 ഗാന്ധിയൻ രീതിയിലുള്ള ആശ്രമങ്ങൾ, ഇതുപോലുള്ള ആശ്രമങ്ങൾ ഈ ക്യാമ്പസിലുണ്ട്. ഓരോ ആശ്രമവും ലീഡ് ചെയ്യുന്നത് ആ ടീച്ചറും ടീച്ചറുടെ കുടുംബവുമാണ്. അപ്പോൾ അഞ്ജനി അഞ്ചാൻ്റെ ഒരു ടീച്ചർ ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പളാണ്. ഇദ്ദേഹമാണ് നമുക്ക് ഈ സ്കൂളിൽ നടന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ആശ്രമങ്ങളിൽ ഇവർ ഈ കുട്ടികളുടെ അച്ഛനെയും അമ്മയും പോലെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. അതുപോലെ കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയല്ല വേണ്ടത്. കുട്ടികൾക്ക് സ്ഥിരമായി ക്ലാസ് റൂം ഇല്ല. ജിയോഗ്രഫി ടീച്ചർക്ക് ഒരു ക്ലാസ് റൂം ഉണ്ടാവും. അതുപോലെ ഓരോ ടീച്ചർക്കും ബയോളജിയും കെമിസ്ട്രിയും എല്ലാം കുട്ടികൾക്ക് താല്പര്യമുള്ള ക്ലാസ് റൂമിൽ അവർക്ക് പോയിരിക്കാം. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൾ. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. 3 Idiotsൽ ആമിർ ഖാൻ ഓർമ്മയുണ്ടോ? താല്പര്യമുള്ള ക്ലാസ് റൂമുകളിൽ അയാൾ പോയിരിക്കുകയാണല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ. നമുക്ക് ജിയോഗ്രഫി പഠിക്കാനാ താല്പര്യമെങ്കിൽ ജിയോഗ്രഫി ടീച്ചറുടെ ക്ലാസിന്റെ ടൈം ടേബിൾ അവിടെ ഉണ്ടാവും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോയാൽ നമുക്ക് പഠിക്കാം. ഈ സ്കൂളിലെ സൗകര്യങ്ങളും കാര്യങ്ങളും കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ എന്ത് പാടായിരിക്കുന്നു. മുമ്പ് ബീഹാർ ആയിരുന്ന സമയത്ത് ഇത് രാജ്യത്തിലെ ഏത് കുട്ടിക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്കൂളാണ്. 25,000 കുട്ടികൾ അപ്ലൈ ചെയ്താൽ 100 പേർക്ക് സെലക്ഷൻ കിട്ടും. ഇപ്പോൾ ഝാർഖണ്ഡിലെ കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്കൂളിൻ്റെ റിസൾട്ട്സ് നോക്കിയാൽ ഇപ്പോഴത്തെ 3 ചീഫ് സെക്രട്ടറിമാർ, ബീഹാർ
കർണാടക, മഹാരാഷ്ട്ര, അവർ 3 പേരും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. എത്രയോ ഓഫീസേഴ്സ്, സിവിൽ സർവീസ് ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ് പലരും ഇവിടെ ഉള്ളവരാണ്. ആ ചെടികൾ അവരും ഒന്ന് പ്ലാന്റ് ചെയ്തതാണ്. നോബ എന്ന് പറഞ്ഞിട്ട് അവരുടെ അലുമിനായി അസോസിയേഷൻ ഉണ്ട്. അവരിവിടെ സ്ഥിരമായി വരുന്നു. അവർ ഈ സ്കൂളിനെ ടേക്ക് കെയർ ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ സക്സസിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, കുട്ടികളെ പഠിപ്പിക്കുകയല്ല, കുട്ടികൾ അറിവ് തേടുകയാണ്. അതാണല്ലോ പ്രധാനം. അപ്പം അങ്ങനെ അറിവ് തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാൻ ഇന്ത്യ മുഴുവൻ. പല കാര്യങ്ങൾ കണ്ടറിയുക, കേട്ടറിയുക, ആളുകളെ പരിചയപ്പെടുക. അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഇതിലെന്താ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഝാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. പുരുഷന്മാരെ നമ്മൾ പൊതുവെ ജോലി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കാണില്ല. അതിൻ്റെ കാരണം ഇവനാണ്. ഇത് ലോക്കൽ കള്ളാണ്. കള്ളു അടിച്ച് പുരുഷന്മാർ വീട്ടിലിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ പോലത്തെ ഒരു ഗ്രാമപ്രദേശമാണല്ലേ. ഇവിടെ എവിടെ നോക്കിയാലും കുട്ടികളെയും സ്ത്രീകളെയും മാത്രമേ പൊതുവെ കാണാൻ പറ്റുള്ളൂ, പുരുഷന്മാരെ കാണാനില്ല. എനിവേ, ഞാൻ പറഞ്ഞല്ലോ എന്നെ ആ സ്കൂളിലേക്ക് അയച്ചത് അഞ്ജനി അഞ്ചാൻ IPS ആണെന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ണൂരുകാരിയായിട്ടുള്ള രീഷ്മയാണ്. രീഷ്മയോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഒരു IPS ഓഫീസറായിട്ട് ഒരാൾ മാറുക? എന്താണ് ചെയ്യേണ്ടത്? കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ട് സാധാരണ പോലെ, എല്ലാവരെയും പോലെ സാധാരണ സ്കൂളുകളിൽ പഠിച്ച്, സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച്, പിന്നെയാണ് ഡൽഹിക്ക് വണ്ടി കയറുന്നത്. ഈ ഡൽഹിക്ക് വണ്ടി കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വരെയുള്ള കഥ എല്ലാവരുടെയും കഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, വായനയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, വായിക്കുമായിരുന്നു, പത്രം വായിക്കുമായിരുന്നു, വേറെ ആക്ടിവിറ്റീസിൽ താല്പര്യം ഉണ്ടായിരുന്നു, ഡാൻസിങ് ആയാലും പെയിൻറ്റിങ് ആയാലും അത് ചെയ്യുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരിക്കലും എക്സ്ക്ലൂസീവ്ലി സിവിൽ സർവീസിന് വേണ്ടി ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് നോക്കുക, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പൊതുവായ കാര്യങ്ങളിൽ താല്പര്യം എടുക്കുക. ട്രൈ ടു ഫോം യുവർ ഒപ്പീനിയൻ. ഡോണ്ട് ബി ബയസ്ഡ് ടുവേർഡ്സ് എനിത്തിങ് ആൻഡ് ഡോണ്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനിബഡി എൽസ്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവാം, അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ഡൽഹി പോകാൻ ആരാ പറഞ്ഞേ? ഒറ്റയ്ക്ക് തീരുമാനിച്ചോ? ഇല്ല, ഡൽഹി ഇറ്റ്സ് ലൈക്ക് കേരളത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് എവിടെയോ പോവാ? എനിക്കറിയില്ല. PC തോമസ്, the first name that comes up. പിന്നെ എന്റെ കാലത്തിലും അതായിരുന്നു. PC തോമസ് എന്താ കണ്ണൂരും കോഴിക്കോടും എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഇല്ലേ? അപ്പൊ ഡൽഹിയിലുള്ള കോച്ചിങ് സെന്റേഴ്സ് ലക്ഷ്യം വെച്ച് പോയതാണ്. വേറെ സിമ്പിൾ. വീട്ടുകാർ സപ്പോർട്ട് ചെയ്തോ? ആദ്യം കുറച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബട്ട് ഓക്കെ. ഈ മറ്റേ അകേലി ലഡ്കി അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? അതിനു മുന്നേ 2013 ദ ഇൻഫേമസ് നിർഭയ സോ ആ ഒരു അകേലി ലഡ്കി ഒന്നുമില്ല, അവർക്ക് അറിയായിരുന്നു ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് എന്നുള്ള ആ കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫാക്ടർ, സേഫ്റ്റി ഓഫ് എ ഗേൾ ലിവിങ് ഇൻ ഡൽഹി, ആ ഒരു ഫാക്ടർ പേടി അവർക്ക് എന്തായാലും ഉണ്ടായിരുന്നു. അല്ലാതെ അകേലി ലഡ്കി ലൈക്ക് ഒറ്റയ്ക്ക് 2015 ഓഗസ്റ്റിലായിരുന്നു പരീക്ഷ. ഞാൻ ആദ്യമായി പൊട്ടിയ പരീക്ഷ. വേണമെങ്കിൽ പറയാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പൊട്ടിയ പരീക്ഷ അതായിരിക്കും. എല്ലാവരും പഠിക്കില്ല, തോൽവികളില്ലാതെ നമ്മൾ പഠിക്കില്ല. എന്നിട്ട് ഈ തോൽവി എന്താ മനസ്സിലാക്കിയത്? ഞാൻ പഠിച്ചത് മൊത്തം തെറ്റായിരുന്നു. ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് ഫുൾ തെറ്റായിരുന്നു. കോച്ചിങ് സെന്ററിൽ നിന്നല്ലേ പഠിപ്പിച്ചേ? കോച്ചിങ് സെന്റർ ഐ ഡോണ്ട് നോ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ബട്ട് നമ്മള് എന്താ കോച്ചിങ് സെന്ററിൽ പോവാതെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് എന്താ ചെയ്തത്? സെക്കൻഡ് ടൈമിന് ഇതേ കോച്ചിങ് സെന്ററിൽ പോയോ? ഇല്ല, പോയില്ല. പിന്നെ ഞാൻ എൻ്റെ സ്ട്രാറ്റജി മാറ്റി, ഞാൻ എൻ്റെ പഠിക്കുന്ന രീതി മാറ്റി, ഞാൻ റെഫർ ചെയ്ത ബുക്സ് മാറ്റി. ഇതൊക്കെ ആരും മാറ്റാൻ പറഞ്ഞു അല്ല ഒറ്റയ്ക്ക് തീരുമാനിച്ചു? ഒറ്റയ്ക്ക് തീരുമാനിച്ചു. എത്ര വയസ്സുണ്ടായിരുന്നു നേരം? 23. വയസ്സിൽ സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണല്ലേ? നമ്മൾ കുറെ ഇതിനെപ്പറ്റി വായിക്കാൻ തുടങ്ങും. നമ്മൾക്കൊരു ഫെയിലിയർ സംഭവിച്ചാൽ അതിൽ നിന്ന് ഓവർകം, ഒന്ന് നമുക്ക് അത് വെച്ച് കരഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആൻഡ് ഇറ്റ്സ് ബേസിക്കലി ആദ്യത്തെ ഒരു 2-3 മാസം ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. എന്തെങ്കിലും പറ്റി വായിക്കും. എല്ലാ ബുക്സും എല്ലാവരും വായിക്കണം എന്നില്ല സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സമയത്ത്. ഒരാൾക്കൊരു ബുക്ക് ഇഷ്ടപ്പെട്ടു, 2 ബുക്ക് ഉണ്ട്, അതിൽ 80% 90% കണ്ടന്റ് സെയിം ആണ്. ബട്ട് ബുക്ക് A വായിക്കുന്നതാണ് എനിക്കിഷ്ടം, സംബഡി എൽസ് ബുക്ക് B വായിക്കുന്നതാണ് ഇഷ്ടം, വിച്ച് ഹാവ് 90% കണ്ടന്റ്സ് ദ സെയിം. സോ ഐ പ്രിഫർ ബുക്ക് A ആൻഡ് അതർ പേഴ്സൺ മൈ പ്രിഫർ ബുക്ക് B. സോ ഒരുപാട് ട്രയൽ, ഒരാൾ ജയിച്ചേക്കും ഒരാൾ തോറ്റേക്കും, അങ്ങനെയൊന്നുമില്ല. ബുക്ക് A വായിക്കുന്ന ആളും ജയിക്കാം, ബുക്ക് B വായിക്കുന്ന ആളും തോക്കാം, രണ്ടുപേരും തോക്കാം, രണ്ടുപേരും ജയിക്കാം.
2 പേര് ഒരേ എഫേർട്ട് ഇടുന്നു, പക്ഷെ ഒരാൾ മാത്രം ജയിക്കാം അല്ലേ? ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ ഈ കോച്ചിങ് സെൻറ്റർ ക്യാൻ ബി എ പ്രോബ്ലം. ഇറ്റ് ക്യാൻ ബി എ പ്രോബ്ലം. ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ കോച്ചിങ് അറ്റൻഡ് ചെയ്തിരുന്ന സെൻറ്റർ ഇറ്റ് വാസ് എ പ്രോബ്ലം ഫോർ മീ. പക്ഷെ അത് നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച ബെസ്റ്റ് കോച്ചിങ് സെന്റർ ആയിരുന്നില്ല ഈ രാജ്യത്ത്? ഇല്ല, ഞാൻ ഹിന്ദുവിന്റെ ന്യൂസ് പേപ്പറിൽ ആഡ് കണ്ടിട്ട് പോയി ചേർന്നു. അപ്പോൾ ഹിന്ദുവിന്റെ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുത്താൽ പല കാര്യങ്ങളും ഈ രാജ്യത്ത് സാധിക്കാം. ഈ ഫീൽഡിനെ പറ്റി പറഞ്ഞു തരാൻ ആരുമില്ല. എൻ്റെ ഫാമിലി, എൻ്റെ സ്കൂളിൽ, എൻ്റെ കോളേജിൽ ആദ്യത്തെ സിവിൽ സർവൻ്റ് ആണ് ഞാൻ. അതിനു മുന്നേ IAS IPS ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്കൂൾ ആനുവൽ ഡേ ഫംഗ്ഷനോ അങ്ങനത്തെ ചെന്തെങ്കിലും ഫംഗ്ഷന് കണ്ടിട്ടുണ്ട്. ദൂരെന്ന് കണ്ടിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിനെ പറ്റി ചോദിക്കാൻ, ഒപ്പീനിയൻ എടുക്കാൻ ഐ ഡോണ്ട് ഹാവ് എനിബഡി. എനിക്കറിയില്ല. ഇതേ പൊസിഷനിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടാവും കേരളത്തിൽ. അവരോട് എന്താ പറയാനുള്ളത്? സിവിൽ സർവീസ് സ്പെസിഫിക് ആണെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള ആരെങ്കിലും ഹു വാസ് ഓൾറെഡി ഇൻ ടു ദിസ് ഫീൽഡ് അവരെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനോ ഫോണിൽ കണ്ട് സംസാരിക്കാനോ ശ്രമിക്കുക. ബിക്കോസ് അത് നമ്മുടെ കുറേ തെറ്റിദ്ധാരണകൾ, നമ്മൾക്ക് ഉണ്ടാകുന്ന കുറേ എന്താ പറയണ്ട, അതിനെയൊക്കെ മാറ്റാൻ സഹായിക്കാം. ഹൗ ക്യാൻ ദേ? അവർക്ക് എങ്ങനെയാ ഒരു സിവിൽ സർവീസ് ഓഫീസറെ കാണാൻ പറ്റുക, അവരോട് സംസാരിക്കാൻ പറ്റുക? ഇസ് ദാറ്റ് പോസിബിൾ? എന്തുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വരികയാണ്, എന്നിട്ട് പറയണം മാഡം എനിക്ക് സിവിൽ സർവീസിൽ താല്പര്യമുണ്ട്, എനിക്കൊരു 5 മിനിറ്റ് കാണാൻ പറ്റുമെന്ന് നിങ്ങളുടെ അവിടെ നിങ്ങളുടെ സെക്യൂരിറ്റീസിനോട് ആരോടെങ്കിലും ചോദിച്ചാൽ അയാളെ കാണും? കാണും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ലാത്തിയോ തോക്കോ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ലാത്തി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ട്. ലൈക്ക് ഇറ്റ് വാസ് എ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഹൗ ഡു യു ഫീൽ? ഒരു പരിചയമില്ലാത്ത ഒരാളെ തല്ലേണ്ടി വരുമ്പോൾ വാട്ട് ഡു യു ഫീൽ? ചെയ്യുന്ന തെമ്മാടിത്തരം ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ലോ ആൻഡ് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. സോ യു ആർ ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ്. യാ, ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ ജോബ്. അല്ലാണ്ട് അയാളോട് ലൈക്ക് എ സർജൻ. അയാളോട് എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടില്ല. അയാളുടെ പേര് എനിക്കറിയില്ല, നാട് എനിക്കറിയില്ല. അയാൾ എന്തിനാണ് അവിടെ കൂടി നിന്ന് ഈ പൊട്ടത്തരം കാണിക്കുന്നതെന്നുള്ള ചിലപ്പോൾ അറ്റ് ദാറ്റ് മൊമെന്റ് ഐ ഡോണ്ട് നോ. കാര്യങ്ങൾ പിന്നീടായിരിക്കും ക്ലിയർ ആവുന്നത്. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അയാൾ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ലാത്തി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പെൺകുട്ടിയുടെ കഥയിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പെൺകുട്ടിയെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് എത്തിപ്പെടുന്ന പെൺകുട്ടികളുടെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇറ്റ് മൈ നോട്ട് ദാറ്റ് ബി ഈസി ഫോർ ഹർ. കാര്യങ്ങൾ ഒരിക്കലും അത്ര എളുപ്പമായിരിക്കില്ല. സോ ഇറ്റ്സ് ലൈക്ക് വൺ മോർ ഹർഡിൽ എന്നതിനെ കുറിച്ച് വളരെ വലിയൊരു ഹർഡിൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. It could be 3 or 4 more hurdle because brother and sister and ക്ലബിംഗ് എഫക്റ്റ് ആയിരിക്കാം അവിടെ. സോ ഐ ബിലീവ് ദാറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള ഒരു കാര്യത്തിൽ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ ഐഡിയലിസ്റ്റിക് ആയിട്ട് പറയല്ല. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ മേ ബി ഐ ബിക്കം എ പോലീസ് ഓഫീസർ ലൈക്ക് ഇൻ 25 വയസ്സിൽ. മേ ബി ഷീ മേക്ക് 3 or 4 years more ബട്ട് ഷീ വിൽ അച്ചീവ് ഇറ്റ്. ആ കുട്ടിയുടെ ആഗ്രഹം അത്രയും തീക്ഷ്ണമാണ്. ആ കുട്ടിക്ക് അത്രയും അധികം ആഗ്രഹമുണ്ട്. ആ കുട്ടിക്ക് മനസ്സിൽ അതിന് മാത്രമാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ ഐ എം നോട്ട് ബീൻ ആൻ ഐഡിയലിസ്റ്റ് ഓർ സംതിങ് ഇൻ ദിസ് ബട്ട് ഐ തിങ്ക് കുറച്ച് കാലം കഴിഞ്ഞ് അച്ചീവ് ചെയ്യാം. ഇപ്പോൾ ഈ ദൃശ്യത്തിലുള്ള മറ്റേ കമ്മീഷണറല്ലേ, കമ്മീഷണറല്ല ഐ ജി, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ സ്വന്തം ജീവിതത്തിലുണ്ടായാലേ പെൺകുട്ടികളുടെ പടങ്ങൾ എടുത്തിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യണം അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞാൽ വാട്ട് വുഡ് യു ഡു? You want an ideal answer? So I don't know. ഐഡിയൽ ആൻസർ ഒന്നും. ഒരു സാധാരണ സ്ത്രീ എന്ത് ചെയ്യും? സാധാരണ സ്ത്രീ ലൈക്ക് യൂണിഫോം അഴിച്ചു വെച്ച ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ എപ്പോഴും മോനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു. ഇപ്പൊ കഥ കറക്റ്റ് അല്ലേ? യൂണിഫോം അഴിച്ചു വെച്ച ഒരു സാധാരണ സ്ത്രീ, ഐ അഗൈൻ സേ ദാറ്റ്. യൂണിഫോം ഇട്ട ഒരു സ്ത്രീ എന്ന് പറയുന്നില്ല. യൂണിഫോം അഴിച്ചു വെച്ച ഐ എം ലൈക്ക് എനി അതർ മദർ, ഐ എം ലൈക്ക് എനി അതർ സിസ്റ്റർ, ഐ എം ലൈക്ക് എനി അതർ ഡോട്ടർ. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ദ നേച്ചർ ചേഞ്ചസ്. ഐ എം സ്റ്റിൽ എ ഡോട്ടർ, ഐ എം സ്റ്റിൽ എ സിസ്റ്റർ, ഐ എം സ്റ്റിൽ എ വൈഫ്, ഐ എം സ്റ്റിൽ എ മദർ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരുന്ന ഒരാൾ അബദ്ധത്തിൽ ഞാൻ അയാളെ കൊല്ലുകയാണ്. ഡസ് ദ ലോ ഗിവ് മീ സം സോർട്ട് ഓഫ് പ്രൊട്ടക്ഷൻ ഓർ ഐ എം ഗോയിങ് ടു ജയിൽ? ആം ഐ ഗോയിങ് ടു ജയിൽ? ലൈക്ക് അയാൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് എന്താ പറയണ്ട ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ അയാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ദ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫെൻസ്. ഓക്കെ, ആ പ്രൈവറ്റ് ഡിഫെൻസിൽ അയാൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല? ഇല്ല. പക്ഷേ ഐ ഷുഡ് ബി ഏബിൾ ടു പ്രൂവ് ഇറ്റ്. യെസ്. എളുപ്പമല്ലേ? എളുപ്പമല്ല. നല്ലൊരു പോലീസുകാരൻ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നല്ല പാടായിരിക്കും അല്ലേ? ആണ്. ലൈക്ക് ജെന്യുവൻ ആയിട്ടാണെങ്കിൽ ഒരാളിപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഐ ഡോണ്ട് നോ ലൈക്ക്
ഞാനിപ്പോൾ പുറകിൽ നടക്കുന്നതൊന്നും കാണുന്നില്ല. മൃണാൾ ഇസ് വാച്ചിങ് എൻ്റെ പുറകിൽ എന്താണ്. അവിടുന്ന് ഒരാൾ ഓടി വരും, കത്തിയെടുത്ത് ഓടി വരികയാണ്. സോ യു ഡോണ്ട് നോ എന്നെ കൊല്ലാനാണോ വരുന്നത്, താങ്കളെ കൊല്ലാനാണോ വരുന്നത് എന്നുള്ളത്. ബട്ട് യു ടെൽ മീ രേഷ്മ, there is somebody behind you with a knife. And imagine I have a gun with me and he is this close and I fire my gun at him. I have the right to private defense. Even if he is coming to kill you or kill me, I have the right to private defense. Okay. And do you have a gun now? No, I don't have. രക്ഷപ്പെട്ടു.